ഇന്ന് ഞാൻ കാണിക്കുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് കോംബോ ആണ് കേട്ടോ. ഇത് എളുപ്പത്തിൽ കഴിയണതാണ്. നമുക്ക് ചോറും കൂട്ടാനും ഒക്കെ ഇങ്ങനെ വേറെ വേറെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒരു വൺ പോട്ട് എന്ന് നമ്മൾ പറയുമല്ലോ, കുക്കറിൽ എല്ലാം കൂടി ചേർത്തിട്ട് വിസിലടിച്ചാൽ റെഡി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ ഇത്രയും രുചികരമായിട്ടുള്ള ഈ ഒരു സാമ്പാർ സാദത്തിൻ്റെ കൂടെ കുറച്ച് സാലഡ്, പിന്നെ പപ്പടം. ശരിക്കും പറഞ്ഞാൽ അപ്പളം തന്നെയാണ് വേണ്ടത്. അപ്പളത്തിൻ്റെ അത്രയും നല്ലൊരു കോമ്പിനേഷൻ അല്ല പപ്പടം, എങ്കിൽ പോലും പപ്പടവും സാലഡൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊന്നുമില്ലാതെ വെറുതെ കഴിക്കാനും വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്വാദാണ് ഇതിന്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കിക്കോളൂ. 1 കപ്പ് അളവിൽ തുവരപ്പരിപ്പ്, 2 കപ്പ് അളവിൽ അരി എന്ന് പറയുമ്പോൾ പച്ചരിയാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഒതൻറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പച്ചരിയാണ് എടുക്കുക. ഞാനിപ്പോൾ ബസ്മതി റൈസ് എടുത്തു, കാരണം കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ബസ്മതി റൈസാണ്. അപ്പോൾ നമുക്ക് ബസ്മതി റൈസ് എടുക്കാം, ഇല്ലെങ്കിൽ പച്ചരി എടുക്കാം. അരി എടുക്കുന്നതിൻ്റെ നേർപകുതി ആണ് പരിപ്പിൻ്റെ അളവെടുക്കേണ്ടത്. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് കഴുകി കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. ആദ്യം നമ്മൾ പ്രഷർ കുക്കർ എടുക്കുക. അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നെയ്യും വെളിച്ചെണ്ണയും പകുതിയായിട്ടാണ് എടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടത് 1/4 ടീസ്പൂണോളം ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്. ഇത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു കഷ്ണം പട്ട ചേർക്കണം. ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഇതിന് പകരം സവാള ആണെങ്കിൽ അതെടുക്കാം, പക്ഷെ ചെറിയ ഉള്ളിയാണ് ഏറ്റവും സ്വാദ്. പിന്നെ ഈ ഒരു കഷ്ണം പട്ട ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടിപ്പ്. ഈ സാമ്പാർ സാദത്തിന് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പൊടിയായിട്ട്, കറുവപ്പട്ടയുടെ പൊടിയായിട്ട് പൊടിച്ചതുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പൊടി ഇടുകയാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ കഷ്ണം പട്ട ഇട്ടതിന് ശേഷം നമുക്കത് റൈസ് ആയി കഴിഞ്ഞാൽ പട്ട എടുത്ത് മാറ്റിയാലും അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ പച്ചക്കറികളുള്ളത് അത് എടുക്കാം. അപ്പം ഞാൻ ഉള്ളി എടുത്തു, അതുപോലെ പച്ചമുളക് ഒരു 2 എണ്ണം നെടുകെ കീറിയത്, പിന്നെ വഴുതനങ്ങ, ഒരിടത്തരം വലിപ്പമുള്ള വഴുതനങ്ങ, അതുപോലെ 1 ക്യാരറ്റ്, 2 തക്കാളി. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരം വെള്ളരിക്കയോ ചെറിയ കഷ്ണം മത്തങ്ങയോ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കാം. നമുക്ക് പച്ചക്കറികളിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ കായപ്പൊടി കൂടി ചേർക്കണം. സാമ്പാർ പൊടിയിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ കൂടിയിട്ട് എക്സ്ട്രാ നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ നിർബന്ധമായിട്ടും കായപ്പൊടി ചേർക്കണം. എന്നാലാണ് അതിൻ്റെ സ്വാദ് നന്നായിട്ട് കിട്ടുള്ളൂ, റൈസിലേക്ക് വരുള്ളൂ. ഒരുപാട് സമയം വഴറ്റണ്ട, നമുക്കൊരു 2 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റാം. നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയും 1 കപ്പ് പരിപ്പുമാണ്, അതായത് മൊത്തം 3 കപ്പ്. അതിന് എത്ര വെള്ളം എന്നുള്ളത് ആദ്യം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളത്തിൽ വാളംപുളി പിഴിഞ്ഞ് ചേർക്കുകയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുക്കുക. 2 തക്കാളി എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ സാമ്പാർ പൊടി. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ്. അത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പലതരത്തിലുള്ള സാമ്പാർ പൊടികളുടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യമുള്ളവരത് നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കാം. സാമ്പാർ പൊടിക്ക് എരിവുണ്ട് എങ്കിൽ കൂടി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. കായപ്പൊടി 1.5 ടീസ്പൂൺ നമ്മൾ ഉള്ളിയുടെയൊക്കെ കൂടെ വഴറ്റുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി. ഇനി പൊടികൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പിൻ്റെ രസം മുമ്പിൽ നിന്നാൽ മാത്രമാണ് നമ്മൾ റൈസും പരിപ്പൊക്കെ ചേർക്കുമ്പോൾ അതിലത്തെ ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നേരത്തെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന അരിയും പരിപ്പും ചേർക്കാം. വെള്ളം ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇത് ചേർക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലടിക്കാം. ഇത് നമ്മൾ ആ പ്രഷർ മുഴുവൻ പോയതിന് ശേഷമാണ് ഇത് തുറക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ സാമ്പാർ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക കുഴഞ്ഞു പോയിട്ടില്ല. പക്ഷേ സാമ്പാർ സാദം എന്ന് പറയുമ്പോൾ ശരിക്കും ഇത്തിരി കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക.
അത് നമ്മൾ പച്ചരി വെച്ച് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ കുറച്ച് കുഴഞ്ഞ പരുവത്തിൽ കിട്ടും. ബസ്മതി റൈസ് ആകുമ്പോൾ വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ആകുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഇതുപോലെ വല്ലാതെ കുഴയാത്ത പാകത്തിനാണ് ഉണ്ടായിരിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ഒരു 1/2 കപ്പും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് കുഴഞ്ഞു കിട്ടും. ചിലർക്ക് അങ്ങനെ നല്ല കുഴഞ്ഞിരിക്കുന്നതായിരിക്കും താല്പര്യം. ഇനി അവസാനമായിട്ട് ചോറിൻ്റെ ആ ചൂടൊക്കെ ആറുന്നതിന് മുമ്പായിട്ട് കുറച്ച് നല്ലോണം ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പം മല്ലിയില ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഈ ആവി പറക്കണ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ അത് റെഡിയായി വന്നോളൂ. ആദ്യമേ നമ്മൾ കുക്കറിലിട്ടിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. മല്ലിയില താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വറുത്തിടുന്ന സമയത്ത് കറിവേപ്പിലയുടെ 2 തണ്ട് വറുത്തിട്ടാലും മതി. അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നല്ല മല്ലിയിലയുടെ വാസന ചൂടിൽ വരും. അതിന് ശരിക്കും ഒരു സ്പെഷ്യൽ ടിപ്പ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഒഴിവാക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുക. ഒന്ന്, നമ്മൾ വറുത്തിടുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് നെയ്യ് അതിലുണ്ടായിരിക്കണം. നെയ്യിൻ്റെ സ്വാദ് വേണം. പിന്നെ ഒരു കഷ്ണം പട്ട, ആ പട്ട ഇട്ടിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയും വേണം. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും നമ്മുടെ 1 പോട്ട് സാമ്പാർ റൈസ്, പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ മത്തങ്ങ കഴിക്കാത്ത കുട്ടികളുണ്ടാവും, ക്യാരറ്റ് കഴിക്കാത്തവരുണ്ടാവും. അതൊക്കെ ഇതിൽ ചേർന്നുള്ളതുകൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ കുട്ടികളുടെ ഉള്ളിൽ പോകാനും എളുപ്പമാണ്. അവർ കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ ഇത് നല്ലതാണ്. പിന്നെ പരിപ്പുണ്ട്, പ്രോട്ടീൻ ഉണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.